ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് ഭീഷണി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ബി.ജെ.പിയുമായി കൂടുതൽ രമ്യതയിലേക്ക് പോകാനാണോ നായിഡുവിൻ്റെ തീരുമാനം എന്ന് ടി.ഡി.പിയിലെ ന്യൂനപക്ഷ വിഭാഗം ചോദിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ടി.ഡി.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. സഖ്യകക്ഷികളായി ആരെയും താങ്ങി നിർത്തേണ്ട കാര്യം പോലും ടി.ഡി.പിക്ക് നിലവിൽ ഇല്ല. 175 സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ 130-ലധികം സീറ്റ് ടി.ഡി.പിക്കാണ്. എന്നിട്ടും എന്തിനാണ് പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് എന്ന ചോദ്യം ടി.ഡി.പിയിൽ ഉയർന്നിരുന്നു. വാസ്തവത്തിൽ ടി.ഡി.പിയും ബി.ജെ.പിയും തമ്മിലുള്ള ഈ സഖ്യം മുന്നോട്ട് പോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതിന് കാരണമാകുന്നത് ടി.ഡി.പിയുടെ വോട്ട് ബാങ്ക് തന്നെയാണ്. ഇതിൽ പിടിച്ചു കയറിയാണ് ജഗൻമോഹൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്. കോൺഗ്രസും YSRും സമാനതകളില്ലാതെ ഒന്നിച്ചിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആന്ധ്രാപ്രദേശിൽ വലിയ പോരാട്ടം നടത്തുന്ന ശർമിളയ്ക്ക് കരുത്തേകുന്ന ഒരു തീരുമാനമാണ് സ്വന്തം സഹോദരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ശർമിളയ്ക്ക് പിന്തുണയുമായി ജഗൻമോഹൻ എത്തിയിരിക്കുന്നു. വേണ്ടി വന്നാൽ കൃത്യമായും ഒരു രാഷ്ട്രീയ നീക്കം തന്നെ ഇപ്പോൾ നടത്തും എന്നാണ് ജഗൻ പറയുന്നത്. വളരെ വൈകാതെ തന്നെ ടി.ഡി.പിയിലെ എം.പിമാർ പലരും രാജിവെക്കുമെന്നും ആന്ധ്രയിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു പെരുമഴയായിരിക്കുമെന്നും ജഗൻ്റെ പ്രഖ്യാപനം. ഒപ്പം ടി.ഡി.പിയിലെ ഏകദേശം 20ഓളം MLAമാർ കൃത്യമായും താനുമായി അടുപ്പമുണ്ട് എന്ന പ്രഖ്യാപനത്തിലേക്ക് കൂടി പോകുമ്പോൾ കൃത്യമായും ആന്ധ്ര കുലുങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആന്ധ്രയെ പിടിച്ചു കുലുക്കുന്ന രാഷ്ട്രീയ ബോംബ് തീർച്ചയായും ജഗൻ്റെ പക്കലുണ്ട് എന്ന് പലരും പറയാതെ പറയുന്നു. വാസ്തവത്തിൽ ജഗൻമോഹൻ റെഡ്ഡി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് തള്ളിവിട്ട നേതാവ് എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ്. ആകെ YSR കോൺഗ്രസിന് കിട്ടിയത് 11 സീറ്റുകൾ മാത്രം. അതായത് പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും അർഹതയില്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞു. ലോക്സഭയിൽ 25 സീറ്റുകൾ ഉള്ളിടത്ത് 4 സീറ്റ് മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, തൻ്റെ പാർട്ടി എന്നും ഇവിടെ തന്നെ കാണും. ടി.ഡി.പിയുടെ അന്ത്യം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് അണയാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തൽ മാത്രമാണ്. വർഗീയതയുമായി എന്ന് സന്ധി ചെയ്തോ അന്ന് നായിഡുവിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം തുടങ്ങിയിരിക്കുന്നു. നായിഡുവിന് ഒറ്റയ്ക്ക് തന്നെ എതിർക്കാൻ കഴിയില്ല. പക്ഷെ താൻ അങ്ങനെയല്ല, എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് നിന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് തരുന്ന കൈസഹായത്തിന് അതിരുകളില്ല. വളരെ വൈകാതെ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരികെ എത്തും. നായിഡുവിൻ്റെ കാലിലെ മണ്ണൊലിച്ചു പോകും. അത് കാത്തിരുന്നു കണ്ടോളൂ എന്നാണ് ജഗൻ്റെ പ്രഖ്യാപനം.